പ്രണയമണിപ്പൂവൽ ഭാഗം 6. ഹാളിൽ എല്ലാവരും ഒത്തുകൂടി. അപ്പോൾ കാര്യങ്ങൾ ഇത്രയും സ്ഥിതിക്ക് ഇനി ഒട്ടും വൈകാതെ തന്നെ അബിയുടെയും പ്രിയയുടെയും വിവാഹം നടത്തണം. മോഹൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ആദ്യം ഒന്ന് പകച്ച്. ഞാൻ ഉദ്ദേശിച്ചത് അബിയുടെയും നീലിമയുടെയും പ്രിയയുടെയും വരുണിൻ്റെയും കാര്യമാണ്. അതെ, കഴിയുമെങ്കിൽ ഈ വെക്കേഷൻ തന്നെ നടത്തണം, രാമകൃഷ്ണൻ പറഞ്ഞു. അടുത്ത ഞായറാഴ്ച നല്ല ദിവസമാണ്, അന്നൊരു നിശ്ചയം വയ്ക്കാം. ജാതകങ്ങൾ പൊരുത്തം നോക്കി അന്ന് തന്നെ ഡേറ്റും കാണാം, രവീന്ദ്രൻ പറഞ്ഞു. എല്ലാവരും അതിനെ അനുകൂലിച്ചു. എന്നാൽ ഞങ്ങൾ മേലിടത്തേക്ക് പോവുകയാണ്. രാമേട്ടന് നീലിമയ്ക്കുള്ള താമസം അവിടെയാണ് ഒരുക്കിയിരിക്കുന്നത്, യാമിനി പറഞ്ഞു. നീലിമ വിഷമത്തോടെ അബിയെ നോക്കി. മോളെ, കല്യാണത്തിന് മുമ്പ് ചെറുക്കനും പെണ്ണും ഒരു വീട് കഴിയുന്നത് ശരിയല്ല. അതുകൊണ്ട് കല്യാണം കഴിക്കുന്നവരെ അബി ഇവിടെ നിൽക്കട്ടെ. ഏട്ടൻ്റെ വീട്ടിയും ഞങ്ങളുടെ കൂടെ മേലിടത്തേക്ക് വരും, യാമിനി പറഞ്ഞു. നീലിമ നാണത്തോടെ മുഖം കുനിച്ച് അബിയെ നോക്കി. അതെല്ലാം കണ്ട് പ്രിയ നിസ്സംഗതിയോടെ ഇരുന്നു. എന്നാൽ ശരി, ഇനിയും നിന്ന് വൈകിക്കുന്നില്ല. അതും പറഞ്ഞ് യാമിനിയും ഗിരിയും ഹരിയും ഗോമതിയും രാമകൃഷ്ണനും നീലിമയും ഇറങ്ങി. നീ വരുന്നില്ലേടി, നിമിഷയോടായി അവർ ചോദിച്ചു. ഞാനങ്ങോട്ടുമില്ല, ഞാനിവിടെ കൂടെ നിന്നോളാം, പ്രിയയുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. ദിനങ്ങൾ കടന്നുപോയി. അങ്ങനെ നിശ്ചയ ദിവസം വന്നു. ഗീതവും നിമ്മിയും കൂടി കൃഷ്ണപ്രിയയെ അണയിച്ചൊരുക്കി. എല്ലാം കഴിഞ്ഞ് കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നതും കൃഷ്ണപ്രിയ ഞെട്ടിപ്പോയി. മണവാട്ടിയുടെ വേഷത്തിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. നിശ്ചയത്തിന് വന്ന വരുണേട്ടൻ ഇന്ന് തന്നെ കെട്ടിക്കൊണ്ടു പോകുമോ ചേച്ചി, ഗീതു കളിയായി ചോദിച്ചു. അതിന് മറുപടിയായി വെളിച്ചമില്ലാത്ത ഒരു പുഞ്ചിരി സമ്മാനിച്ചു. അങ്ങനെ എല്ലാവരും എത്തി. മുണ്ടും ഷർട്ടും അണിഞ്ഞ് അഭിയും വരുണും ഹാളിലേക്ക് വന്നു. അണിഞ്ഞൊരുങ്ങി നീലിമയും കൃഷ്ണപ്രിയയും അവിടേക്ക് വന്നു. പ്രിയയെ കണ്ടതും അവൾ കണ്ണെടുക്കാതെ അവളെ നോക്കി നിന്നുപോയി. എന്നാൽ കാര്യങ്ങളിലേക്ക് കടക്കാം, കണിയാൻ പറഞ്ഞു. ജാതകങ്ങൾ തമ്മിൽ പൊരുത്തക്കേടൊന്നുമില്ല. പക്ഷേ 2 വിവാഹങ്ങളും ഒരുമിച്ച് നടത്തുന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. കൃഷ്ണപ്രിയയുടെ ജാതകപ്രകാരം ഈ മാസം കഴിയുന്നതിന് മുമ്പ് വിവാഹം നടത്തണം, ഇല്ലെങ്കിൽ പിന്നെ ഒരു മംഗലയോഗം ഉണ്ടാവില്ല. അതുപോലെ നീലിമയുടെ ജാതകപ്രകാരം ഈ മാസം കഴിഞ്ഞ് വിവാഹം നടത്താൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ രണ്ടാൾക്കും ദോഷമാണ്. കണിയാൻ പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. അങ്ങനെയാണെങ്കിൽ പ്രിയയുടെയും വരുണിൻ്റെയും വിവാഹം നമുക്ക് ആദ്യം നടത്താം. അബിയുടെ വിവാഹം അമ്പലത്തിൽ വെച്ച് നടത്താമെന്നല്ലേ എഴുതി പറഞ്ഞത്, അതിന് മറ്റൊരു ഡേറ്റ് കാണാം, എന്താ, രവീന്ദ്രൻ എല്ലാവരോടുമായി ചോദിച്ചു. അങ്ങനെ മതി, എല്ലാവരും പറഞ്ഞു. എന്നാൽ ഡേറ്റ് നോക്കിക്കോളൂ. 2 മംഗളകർമ്മങ്ങൾക്കും പറ്റിയ തീയതി നോക്കി അങ്ങനെ ചടങ്ങുകൾ അവസാനിച്ച് എല്ലാവരും പിരിഞ്ഞു. പിറ്റേന്ന് മുതൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. തറവാട്ടിലെ ആദ്യത്തെ കല്യാണമായതുകൊണ്ട് തന്നെ അത് ഗംഭീരമാക്കണമെന്ന് മോഹനൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നാട്ടുകാരെയും ബന്ധുക്കളെയും അടക്കം എല്ലാവരെയും ക്ഷണിച്ചു. ചന്ദ്രോത്ത് തറവാട്ടിലെ മുത്തശ്ശിയുടെ ആഭരണങ്ങളിൽ പകുതി മോഹനൻ കൊച്ചുമകൾക്ക് നൽകി. വാസന്തിയും പ്രിയും എതിർത്തെങ്കിലും മോഹനൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ രണ്ടാളും വാ അടച്ചു. എല്ലാം കൊണ്ട് 101 ഭവൻ അവൾക്കായി നൽകി. പ്രിയയ്ക്ക് വേണ്ട വിവാഹ വസ്ത്രം അബി ഡിസൈൻ ചെയ്യണം എന്ന് ഗീതവും നിമിയും വാശി പിടിച്ചു. അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹ ദിവസം അടുക്കാറായി. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോകുന്തോറും പ്രിയയുടെ ചങ്കിടിപ്പേറി. അഭിയും ഓടി നടന്ന് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ പോലെ തോന്നി. കല്യാണ തലേന്ന് തന്നെ ബന്ധുക്കളും നാട്ടുകാരും ചന്ദ്രോത്ത് തറവാട്ടിലെത്തി. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയായിരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കുമ്പോൾ 2 ആളുകൾ മാത്രം ഉള്ളിൽ കരഞ്ഞുകൊണ്ട് ചിരിക്കാൻ പാടുപിടിക്കുകയായിരുന്നു. രാവിലെ കഥകിൽ തുറന്ന ശബ്ദം കേട്ടാണ് കൃഷ്ണപ്രിയ കണ്ണു തുറന്നത്. അവൾ ക്ലോക്കിലേക്ക് നോക്കി. മണി 6 കഴിഞ്ഞിരിക്കുന്നു. അവൾ എഴുന്നേറ്റ് ചെന്ന് കഥക് തുറന്ന് പുറത്ത് വാസന്തി രാഗിണി നിൽക്കുന്നു. എന്തൊരു ഉറക്കാടി ഇത്, ഇന്ന് കല്യാണമാണെന്ന് ഓർമ്മയില്ലേ, ഗോമതി ചോദിച്ചു. അവളൊന്ന് പതറി. രാത്രി ചിലപ്പോൾ സ്വപ്നം കണ്ട് ഉറങ്ങിക്കാണല്ലേ ചേച്ചി, രാഗിണി കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വാസന്തി ഒന്ന് ചിരിയടക്കി. നീ വേഗം കുളിച്ച് റെഡിയാകാൻ നോക്ക്, അമ്പലത്തിൽ പോകണ്ടേ, ഗീതവും നിമ്മി റെഡിയായിക്കൊണ്ടിരിക്കുക, നിന്നെ ഒരിക്കൽ അവരിപ്പോൾ ഇങ്ങെത്തും ചെല്ലേ, വാസന്തി പറഞ്ഞു. അവൾ കഥ കടിച്ച് കട്ടിലിൽ ചെന്നിരുന്നു. രാത്രി കിടന്നിട്ടും എന്തോ ഉറക്കം വന്നതേയില്ല. ഓരോന്നോർത്ത് കണ്ണുകൾ നിർത്താതെ പെയ്തൊഴുകിയായിരുന്നു. പുലർച്ചെ എപ്പോഴോ ആണ് ഒന്ന് മയങ്ങിയത്.
അവൾ എഴുന്നേറ്റ് ചെന്ന് ടവലും മാറ്റാനുള്ളത് എടുത്ത് ബാത്റൂമിലേക്ക് ചെന്നു. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഗീതവും നിമ്മിയും അവിടെ എത്തി. തേച്ച് വെച്ച് സെറ്റ് സാരി അവളെ ഉടുപ്പിച്ചു. മുത്തശ്ശൻ കൊടുത്തതിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു മാലയും ആഭരണങ്ങളും അവളെ അണയിച്ച് മേക്കപ്പ് വിട്ടുവെച്ചു. ഇപ്പോൾ ചേച്ചിയെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ഗീതവും നിമ്മിയും വന്നു പറഞ്ഞു. ഒരുക്കം കഴിഞ്ഞില്ലേ? താഴത്തെ വീഡിയോക്കാരൊക്കെ വന്നിട്ടുണ്ട്, വേഗം അവളെയും കൂട്ടി ചെല്ലി, രാഗിണി പറഞ്ഞു. ഗീതവും നിമ്മിയും പ്രിയയും കൊണ്ട് പുറത്തേക്ക് നടന്നു. ആ, നിങ്ങൾ ഇറങ്ങിയോ? അമ്പലത്തിൽ പോകേണ്ട വണ്ടി പുറത്തുണ്ട്, ചെല്ലേ. മനു, ദേ അവരിറങ്ങി കേട്ടോ, വാസന്തി പറഞ്ഞു. അത് കേട്ടത് പന്തലിൽ നിന്ന് സംസാരിക്കുന്ന അഭിമന്യു തിരിഞ്ഞു നോക്കി. സെറ്റി സാരി കൊടുത്ത് മുല്ലപ്പൂ ചൂടി അണിഞ്ഞൊരുക്കി നിൽക്കുന്ന പ്രിയയെ കണ്ടത് പരിസരം മറന്ന് നിന്ന് പോയി അവൻ. അപ്പോഴേക്കും വേഷിമാർ ദീപക് ഒരു ക്യാമറയും പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. അലങ്കാരമൊക്കെ സൂപ്പർ തന്നെ, ഇതുപോലെ എൻ്റെ സിനിമയിലെ പാട്ട് സീനിലും വേണം, ദീപക് പറഞ്ഞു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ഗോകുൽ അവിടേക്ക് വന്നു. അതിനെന്താ, പക്ഷെ അഭിനയിക്കാൻ ഞങ്ങൾക്കൊരു ചാൻസ് തന്നെ. പിന്നെന്താ, ഏതായാലും നീ വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. അതും പറഞ്ഞ് ക്യാമറയും പൂട്ടി ഗോകുലിനൊപ്പം അബിയുടെ അരികിലേക്ക് ചെന്നു. ഞങ്ങൾ റെഡി, പോകാം, ഗോകുൽ പറഞ്ഞത്. അബി ചിന്തയിൽ നിന്ന് ഞെട്ടി ഉണർന്നു. പോകാം, അവൻ പറഞ്ഞു. അവൻ പരിങ്ങൾ കണ്ട് ദീപക് അബിയെയും പ്രിയയെയും മാറി മാറി നോക്കി. രണ്ടുപേരും ആർക്കും മുഖം കൊടുക്കാതെ മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു. എന്താ നിൽക്കുന്നത്? വാ, വന്ന് വണ്ടി കയറി, കുറേ സമയമായി, ഗീത പറഞ്ഞു. എല്ലാവരും ചെന്ന് വണ്ടിയിൽ കയറി. അഭിമന്യായിരുന്നു വണ്ടി ഓടിച്ചത്. അവൻ ഫ്രണ്ട് മിററിലൂടെ പ്രിയയെ നോക്കി. അവളും അസ്വസ്ഥതയോടെ അവരെ നോക്കി. ഇനിയും നിന്ന് ലേറ്റാക്കണ്ട, വേഗം വണ്ടി വിട്ടോ, ഗീത പറഞ്ഞു. അബി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും അമ്പലത്തിലെത്തി തൊഴുതു. വീഡിയോഗ്രാഫർ പറഞ്ഞതുപോലെയൊക്കെ അവൾ ഫോട്ടോ എടുക്കാൻ നിന്നു. എന്താ പ്രിയ, ഒട്ടും സന്തോഷമില്ലാത്തതുപോലെ, ഒന്ന് ചിരിച്ചുകൂടെ? വീഡിയോഗ്രാഫർ പറഞ്ഞതും അവൾ എങ്ങനെയൊക്കെയോ ചിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങി. വന്ന ഉടനെ തന്നെ പ്രിയ ഒരുക്കാനായി എല്ലാവരും കൂടി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അബി കല്യാണത്തിൻ്റെ തിരക്കുകളിലേക്ക് മുഴുകി. സമയം ഇഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരുന്നു. വൈകാതെ ചെറുക്കനും കൂട്ടരും എത്തി. ഗോകുൽ അളിയൻ്റെ സ്ഥാനത്ത് നിന്ന് അവരെ സ്വീകരിച്ചു. മുഹൂർത്തത്തിന് ഇനിയും ധാരാളം സമയമുണ്ട്, അത്ര വരെ നിങ്ങൾക്കൊക്കെ ഔട്ട് ഹൗസിൽ വിശ്രമിക്കാം, രവീന്ദ്രൻ പറഞ്ഞു. വരുൺ അയാളെ ഒന്ന് നോക്കി. ശരി, ആയിക്കോട്ടെ, അവർ പറഞ്ഞു. അങ്ങനെ വരുണും കൂട്ടുകാരും ഔട്ട് ഹൗസിലേക്ക് ചെന്നു. എല്ലാവരും നടന്നു നീങ്ങാവേ അബി വിഷമത്തോടെ വേഗം തൂണിന് പിന്നിൽ നിന്നു. വീഡിയോയും പിടിച്ച് നടക്കുകയായിരുന്ന ദീപക് അബിയുടെ അരികിലേക്ക് വന്നു. അബി, നീ എന്തെടുക്കുക? അവൻ്റെ ചോദ്യം കേട്ട് അബി ഞെട്ടലോടെ വേഗം കണ്ണു തുടച്ചു. നീ കരയുകയായിരുന്നോ? അങ്ങനെയൊന്നുമില്ല, കള്ളം പറയാൻ നോക്കണ്ട അബി, നിൻ്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാകും. ഒന്നുമില്ലടാ, എത്രയൊക്കെ ശ്രമിച്ചിട്ടും മനസ്സിൽ നിന്ന് എന്തോ വല്ലാത്തൊരു വേദന പോലെ. ഇത്രയും നാൾ അവൾ ആർക്കും സ്വന്തമല്ലെന്ന് ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരുടെ ശബ്ദം ഇടറി. കളയടാ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തിലേക്ക് നീലിമ വരില്ലേ, അതോടെ നീ എല്ലാം മറക്കും. ഏതായാലും അവൾ ആഗ്രഹിച്ചതുപോലെ സ്നേഹിച്ച ആളുടെ കൂടെ ജീവിക്കാൻ ദൈവം അവൾക്ക് അവസരം നൽകിയില്ലേ, അത് മതി എനിക്ക്. അവളെന്നും ഹാപ്പിയായിട്ടിരുന്നാൽ മതി. അതും പറഞ്ഞ് വിഷമത്തോടെ അവൻ നടന്നു. ദീപകിന് അതുകൊണ്ട് വല്ലാത്ത സങ്കടം തോന്നി. ഇവ പറഞ്ഞത് ശരിയാണോ? വരുണും പ്രിയയും ഇഷ്ടത്തിലായിരുന്നെങ്കിൽ പ്രിയ ഇന്ന് വളരെ സന്തോഷവതിയായി കാണേണ്ടതല്ലേ? അതൊന്നും അവളുടെ മുഖത്തില്ല. മാത്രമല്ല, വിവാഹം തീരുമാനിച്ച് ഇന്നേ വരെ ഇരുവരും ഫോൺ വിളിക്കുന്നതായിട്ട് കൂടി കണ്ടിട്ടില്ല. അവനെക്കുറിച്ച് പറയുമ്പോൾ അവൾ അസ്വസ്ഥതയോടെ ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തിരുന്നത്. ലവേഴ്സ് ആയിരുന്നെങ്കിൽ കല്യാണം നിശ്ചയിക്കുന്ന മുമ്പേ തന്നെ ഫോൺ വിളിയും ചാറ്റിങ്ങും ഒക്കെ തുടങ്ങിയാണ്. ഇതൊന്നും ഇക്കാര്യത്തിലുണ്ടായിട്ടില്ല. ഇതിന് പിന്നിൽ എന്തുകൊണ്ട്? അത് കണ്ടുപിടിക്കണം, ദീപക് മനസ്സിലുറപ്പിച്ചു. മുറിയിലെ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുകയായിരുന്നു വരുൺ. എന്തിനാടാ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നത്? എന്തൊക്കെയായാലും ഈ വിവാഹം നടക്കാൻ പോകുന്നില്ല, പിന്നെ ഒരുങ്ങിക്കിടേണ്ട ആവശ്യമുണ്ടോ? അവൻ്റെ സുഹൃത്ത് മൃദുൽ ചോദിച്ചു. വരുൺ അത് കേട്ട് ചിറികോട്ട് ഒന്ന് ചിരിച്ചു. അതൊക്കെ നേരെ തന്നെ, പക്ഷേ നമ്മൾ നമ്മുടെ ഗ്ലാമർ കെയർ ചെയ്യണ്ടേ? ചിലപ്പോൾ ഈ പന്തലിൽ വെച്ച് തന്നെ മറ്റൊരു സുന്ദരി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലോ? വരുൺ ചോദിച്ചു. എല്ലാവരും ചിരിച്ചു. എന്നാലും നിന്നെ സമ്മതിച്ചു വരുൺ. തേച്ചിട്ട് പോയ കാമുകിയോട് പ്രതികാരം ചെയ്യാൻ തിരഞ്ഞെടുത്ത വഴി കൊള്ളാം. കല്യാണം വരെ കൊണ്ട് എത്തിച്ചിട്ട് മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണം മുടക്കി അവളെ അപമാനിക്കുക. നല്ല ഐഡിയ തന്നെ. കാമുകന്മാരെ തേച്ചിട്ട് പോകുന്ന എല്ലാ കാമുകിമാർക്കും ഇതൊരു പാഠമാകട്ടെ, ചെറു പറഞ്ഞു. അതിന് അവളിവൻ്റെ കാമുകിയായിരുന്നെന്ന് നിന്നോടാരാ പറഞ്ഞത്? പ്രണയം പോയിട്ട് സൗഹൃദം പോലും ഇവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല.
അത് കേട്ടതും അവർ വിശ്വാസം വരാതെ വരുണിനെ നോക്കി. അവൻ അതേ എന്ന ഭാവത്തിലൊന്ന് ചിരിച്ചു. കൂട്ടുകാരോട് വെച്ച് ബെറ്റിൻ്റെ പുറത്ത് അവളെ വളയ്ക്കാൻ പോയതായവൻ. പഠിച്ച പണി 18 നോക്കിയിട്ട് അവൾ വളഞ്ഞില്ല. അവസാനം ഇവൻ അടവും മാറ്റി. തന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിച്ചില്ലെങ്കിൽ താൻ ഈ കോളേജിൽ നിന്ന് പോകേണ്ടി വരും എന്നും കൂട്ടുകാരെ ബോധിപ്പിക്കാൻ അവരുടെ മുന്നിൽ വെച്ച് വെറുതെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയെന്നും അതിനുശേഷം അവളെ ശല്യം ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണിനെ കൊണ്ട് നാടകം കളിക്കാൻ സമ്മതിപ്പിച്ചു. ഇവനോട് പാവം തോന്നി കൂട്ടുകാരെ ബോധിപ്പിക്കാൻ അവൾ ഇവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ തിണ്ടി കാണിച്ച ചെറ്റത്തരം എന്താണെന്നോ, ഇവനും അവളും തമ്മിൽ പ്രേമമാണെന്നും ലിവിങ് ടുഗദർ ആണെന്നും ഒക്കെ കഥ ഉണ്ടാക്കി ക്യാമ്പസിൽ പരത്തി. ഇതൊന്നും സഹിക്കാൻ കഴിയാതെ അവൾ വെയിൻ കട്ട് ചെയ്തതുകൊണ്ടാണ് അവളുടെ ചെറിയച്ഛൻ വിവരങ്ങൾ അറിഞ്ഞതും ഒളിവിൽ പോയി ഇവനെ ഗുണ്ടകളെ വിട്ട് കയ്യോട് പൊക്കി സത്യം തെളിയിച്ചതും ഇവനെ ക്യാമ്പസിൽ നിന്ന് തന്നെ പുറത്താക്കിയതും. എല്ലാം കേട്ട് കൂട്ടുകാരെല്ലാം അന്തം വിട്ട് അവനെ നോക്കി. ഇങ്ങനെയൊക്കെ സംഭവിച്ചോടാ? ആ സംഭവത്തോടെ എൻ്റെ പഠിത്തം നടച്ചു. ഒടുവിൽ ഗൾഫിലേക്ക് വണ്ടി കയറേണ്ടി വന്നു. തെറ്റി എൻ്റെ ഭാഗത്തായാലും എൻ്റെ ജീവിതം തകർത്തത് അവളാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതം എനിക്ക് തകർക്കണം. വരുൺ വാശിയോടെ പറഞ്ഞു. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഉണ്ട്, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ. അത് കണ്ട് തന്നെ അറിഞ്ഞോ? അവൻ കൂട്ടുകാരെ നോക്കി ഗൂഢമായി ഒന്ന് ചിരിച്ചു. ജനലിന് പുറത്തു നിന്ന് ഇതെല്ലാം കേട്ട് ദീപക് അമ്പരന്ന് നിന്ന് പോയി. അത് ശരി, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പാവം, മറ്റെന്തോ ലക്ഷ്യം വെച്ചാൽ അവൻ ഇവിടേക്ക് വന്നത്. കൃഷ്ണപ്രിയയുടെ ജീവിതം തകരാൻ ഒരിക്കലും അനുവദിക്കരുത്. എത്രയും പെട്ടെന്ന് ഈ വിവരം അഭിയെ അറിയിക്കണം. ദീപക് വേഗം പുറത്തേക്ക് നടന്നു. അയൽവക്കത്ത് നാട്ടിലുള്ള സ്ത്രീകളുമായി സംസാരിച്ച് നിൽക്കുകയായിരുന്നു ഗോമതി. അല്ല ഗോമതി, അഭിയുടെ കല്യാണം ഉടനെ തന്നെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ, നേരാണോ? ഒരു സ്ത്രീ ചോദിച്ചു. അതെ, 2 വിവാഹം ഒരുമിച്ച് നടത്താമെന്ന് കരുതിയതെന്താ. പക്ഷേ അഭിയെ വിവാഹം കഴിക്കാൻ വന്ന പെൺകുട്ടിയുടെ ജാതകപ്രകാരം ഈ മാസം കഴിഞ്ഞ് വിവാഹം നടത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചത്. ആഹാ, ആണോ? അല്ല, ആ കുട്ടി വന്നിട്ടുണ്ടോ ഇവിടെ? ഉണ്ട്. എന്നൊന്ന് വിളിക്ക്, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ. പിന്നെന്താ, ഞാനിപ്പോൾ വിളിച്ചോണ്ട് വരാം. അതും പറഞ്ഞ് ഗോമതി നടന്നു. അവൾ എല്ലായിടത്തും നീലിമയെ തിരഞ്ഞു, പക്ഷെ കണ്ടില്ല. ചേച്ചി ഇതാരെയാണ് നോക്കുന്നത്? യാമിനി ഗോമതിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. നീലിമയെ, അബിയുടെ പെണ്ണിനെ എല്ലാവർക്കും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അവളെ നോക്കി അടക്കായിരുന്നു. ഇവിടെ ഇങ്ങ് കാണുന്നില്ല. ഗോമതി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, അതാണോ? നീലിമയും അമ്മേട്ടനും തെക്കേ റൂമിലുണ്ട്. ചേച്ചി അങ്ങോട്ട് ചെല്ല്. യാമിനി പറഞ്ഞു. ഓ, ആണോ? എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അത് പറഞ്ഞ് ഗോമതി നടന്നു. മുറിയിലെ കസേരയിൽ ഇരുന്നു കൊണ്ട് രാമകൃഷ്ണൻ വിജയഗർവോടെ ചിരിച്ചു. അങ്ങനെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുക. 22 വർഷമായി എൻ്റെ നെഞ്ചിൽ ഞാൻ കൊണ്ടു നടക്കുന്ന പകയുടെ തീയാണ് ഞാൻ. ഇനി കുറച്ച് കാലം കൂടി കാത്തിരുന്നാൽ മതി. ഇതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. അയാൾ ഗൂഢമായി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ നീലിമ അയാളുടെ അരികിലേക്ക് വന്നു. എന്താ അച്ഛ ഇത്? എന്നോട് നന്ദി പറയേണ്ട ആവശ്യമുണ്ടോ? അച്ഛൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏതേയും കൂടിയല്ലേ. അത് നടത്തി തരരുത്, എൻ്റെ കൂടി ഉത്തരവാദിത്തമല്ലേ. ഒരുപാട് കഷ്ടപ്പെട്ടു ഞാൻ അവനെ വലയിൽ വീഴ്ത്താൻ. ഇഷ്ടമാണെന്ന് അവനോട് പറയുമ്പോഴും എൻ്റെ മുന്നിലെ വെല്ലുവിളി കൃഷ്ണപ്രിയ എന്ന അവൻ്റെ ഉറപ്പുണ്ടായിരുന്നു. അവളോട് അടികൂടുമെങ്കിലും അവളോടൊരു ചെറിയ മമതയും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അവന്. അതൊരു പ്രണയത്തെ ചെന്ന് കലാശിക്കുമെന്ന് ഞാൻ ഭയന്നിരുന്നു. പക്ഷെ അതുണ്ടായില്ല. മാത്രമല്ല, ഇന്നത്തോടെ അതിനും ഒരവസാനമായി. ഇനി നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും. നീലിമ പറഞ്ഞു. മേലെടുത്ത് ഹരിശങ്കർ, ദി ഗ്രേറ്റ് കമാൻഡിങ് ഓഫീസർ. അവൻ്റെ വിചാരം എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണെന്നാണ്. അന്നാ അപകടത്തിൽ നിന്ന് അവനെ ഞാൻ രക്ഷിച്ചത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ല. എൻ്റെ പ്രതികാരം തീർക്കാൻ അവൻ ജീവനോടെ വേണം. അതിനാണ് അവനെ ഞാൻ രക്ഷിച്ചത്. നീ നോക്കിക്കോ, അവനെയും അവൻ്റെ മകനെയും തമ്മിൽ ഞാൻ തെറ്റിക്കും. അവൻ്റെ ഭാര്യ പോലും അവനെ ഇട്ട് പോകും. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ഒരു ഭ്രാന്തനെ പോലെ അലയണം അവൻ. അത് കണ്ടാലേ എൻ്റെ നെഞ്ചിൻ്റെ പൊക്കയടങ്ങോ. അയാൾ വെറിയോട് പറഞ്ഞു. അച്ഛൻ നോക്കിക്കോ, വിവാഹം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. മേലെടുത്ത് തറവാൻ്റെ അടിത്തറ മാന്തി നാമാവശേഷമാക്കും ഞാൻ. ഇത് ഞാൻ അച്ഛന് തരുന്ന വാക്കാണ്. അവൾ കോപത്തോടെ പറഞ്ഞു. വാതിലിന് പുറത്തുനിന്ന് ഇതെല്ലാം കേട്ട് ഗോമതി നടുങ്ങിത്തരിച്ച് നിന്ന് പോയി. വീഴാൻ പോയത് ചുവരിൽ താങ്ങിപ്പിടിച്ച് അവൾ നടന്നു. അപ്പോൾ നീലിമ തൻ്റെ മകനെ ചതിക്കുകയാണോ? തങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി വന്നവരാണോ അവർ? പാവം ഹരിയേട്ടനും അഭിയും അവർ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ഇല്ല, ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല.
എത്രയും പെട്ടെന്ന് ഈ വിവരം ഹരിയേട്ടനെ അറിയിക്കണം. അതും പറഞ്ഞ് ഗോമതി കണ്ണുകൾ തുടച്ച് നടന്നു. പന്തലിൽ അവൾ ഹരിയെ തേടി അലഞ്ഞു. ഒടുവിൽ ആളുകളുമായി സംസാരിച്ച് നിൽക്കുന്ന ഹരിയെ കണ്ടി ഗോമതി അയാളുടെ അരികിലേക്ക് നടന്നു. ഹരി, അവിടെ കല്യാണം നിശ്ചയിച്ചു അല്ലേ? അതെ, എൻ്റെ ഒറ്റ സുഹൃത്തിൻ്റെ മകളാണ് നീലിമ. സത്യത്തിൽ എൻ്റെ മനസ്സിൽ പണ്ടേ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിള്ളേരുടെ മനസ്സിലെന്താണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എൻ്റെ മനസ്സറിഞ്ഞിട്ടെന്ന പോലെയാണ് അബി അവളെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അറിഞ്ഞപ്പോൾ സന്തോഷമായി എനിക്ക്. രാമകൃഷ്ണൻ എനിക്ക് ഇവരെ കൂട്ടുകാരൻ മാത്രമല്ല, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ്. അവൻ ചോദിച്ചാൽ ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കും. ഹരിയുടെ ആ വാക്കുകൾ കേട്ട് ഗോമതി ഞെട്ടലോട് നിന്നു. തൻ്റെ ഭർത്താവിന് കൂട്ടുകാരനോടുള്ള സ്നേഹവും വിശ്വാസം കണ്ട് അവരുടെ ചങ്ക് തകർന്നു. ഈ പാവം മനുഷ്യരുടെ എന്തിനാ അവർ ശത്രുത പുലർത്തുന്ന മനസ്സിലാകുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തെ ചങ്ക് തകർന്നു പോകും. തൽക്കാലം ഇക്കാര്യം അദ്ദേഹം ഇപ്പോൾ അറിയണ്ട. പക്ഷേ അവളെപ്പോലെ ഒരു വിഷസർപ്പത്തെ എൻ്റെ വീട്ടിലേക്ക് കയറാൻ അനുവദിച്ചുകൂടാ. എന്ത് വിലക്കെടുത്തും അബിയും നീലിമയും തമ്മിലുള്ള വിവാഹം മുടക്കണം. മുടങ്ങിയേ തീരൂ. അതിനൊരു വഴി കാണിച്ചു തരണേ എൻ്റെ ഭഗവാനെ. ഗോമതി മനമുരുകി പ്രാർത്ഥിച്ചു. ദേ ഗോമതി ചേച്ചി വന്നല്ലോ, എന്ന് ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ. ഹരിയോട് സംസാരിച്ച് നിന്നവർ പോയതും ഹരി അവളുടെ അരികിലേക്ക് വന്നു. ഗോമതി, എന്തു പറ്റി നിനക്ക്? മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നു. സുഖമില്ലേ നിനക്ക്? അയാൾ ആശങ്കയോട് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റിട്ടെ. ഇന്നലെ ഉറക്കമൊന്നും ശരിയല്ലല്ലോ, അതാ. വയ്യാതെ ഓടി നടക്കാനൊന്നും നിൽക്കണ്ട നീ. വന്നേ, മുഹൂർത്തം ആകാറായില്ലേ, അങ്ങോട്ട് ചെല്ലാം. ഹരി ഭാര്യയും കൂട്ടി നടന്നു. ആളുകളെല്ലാം മണ്ഡപത്തിന് മുമ്പിലിരുന്നു. ഈ സമയം വരുൺ ദേഷ്യത്തോടെ പന്തലിലേക്ക് വന്നു. അമ്മാവാ, അമ്മേ, എല്ലാവരും വീട്ടിലേക്ക് നമുക്ക് ഇറങ്ങാം. ഈ വിവാഹം നടക്കില്ല. അവൻ ഉറക്കെ പറഞ്ഞത് സദസാകെ നിശബ്ദമായി. എല്ലാവരും ഞെട്ടലോടെ ചാടി എഴുന്നേറ്റ് അവൻ നോക്കി. എന്ത്, വിവാഹം നടക്കില്ലെന്നോ? അതെ, കൃഷ്ണപ്രിയ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമല്ല, അവൻ പറഞ്ഞു. രവീന്ദ്രനും മോഹനും അഭിമെല്ലാം അവിടേക്ക് വന്നു. നാടടച്ച് കല്യാണം വിളിച്ച് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. മുഹൂർത്തത്തിന് മിനിറ്റുകൾ ബാക്കി നിൽക്കെ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് എവിടുത്തെ മര്യാദയാ? രവീന്ദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് എനിക്ക് എൻ്റേതായിട്ടുള്ള കാരണമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചത്. കുറച്ചു മുമ്പ് വരെ ഈ വിവാഹത്തിന് യാതൊരു എതിർപ്പും നീ കാണിച്ചില്ലല്ലോ, പിന്നെ ഇപ്പോൾ എന്തു പറ്റി? അഭി ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. മറ്റൊരുത്തൻ ചവച്ചുയൊപ്പിയ യക്ഷിയായിരുന്നു അവളെന്ന്. അങ്ങനെ വല്ലവൻ്റെ ഏച്ചിലെത്തുന്ന എൻ്റെ ഗതികേടില്ല ഈ വരുണിന്. അത് കേട്ടും അബിക്ക് കോപം ഇരച്ചു കയറി. അവൻ അലറിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. വേടത്തിനും പറഞ്ഞ അരിഞ്ഞ് കളയുന്നില്ല നാക്ക്. ഇവിടെ ഞാൻ പറഞ്ഞതെന്താ സത്യമല്ലേ? 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ തറവാട്ടിലെ കുളക്കടവിൽ വെച്ച് ഏതോ ഒരുത്തൻ നശിപ്പിച്ചതല്ലേ ഇവളെ? കൃഷ്ണപ്രിയയ്ക്ക് നേരെ വിരൽ ചൂടിക്കൊണ്ട് അവൻ ചോദിച്ചതും പ്രതികരിക്കാനാവാതെ തറഞ്ഞു നിന്ന് പോയി അവൾ. അയ്യോ, എൻ്റെ മോളെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. അവളെ ആരും ഒന്നും ചെയ്തിട്ടില്ലെന്ന് അന്ന് അവളെ പരിശോധിച്ച് ഡോക്ടർ തന്നെ പറഞ്ഞതാ. അവളെന്നും പരിശുദ്ധിയാണ്, വാസന്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വരുൺ പുച്ഛത്തോടെ അവരെ നോക്കി. അത് നിങ്ങൾ പറയുന്നതല്ലേ? എത്രയൊക്കെ തെറ്റ് ചെയ്തല്ലോ സ്വന്തം മകൾ പരിശുദ്ധിയാണെന്നല്ലേ എല്ലാ അമ്മമാരും പറയും. അങ്ങനെ പറഞ്ഞ് ഇതുപോലെ ഒരു വിഴുപ്പിനെ എൻ്റെ തലയിൽ വെച്ച് കെട്ടാമെന്ന് നോക്കണ്ട നിങ്ങൾക്ക് ഭാരമാണെങ്കിൽ ഈ പഴച്ചവളെ ഏതെങ്കിലും ആട്ടിലോ കുളത്തിൽ കെട്ടിത്താഴ്ത്ത്. അവൻ അവജ്ഞയോടെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ കരച്ചില്ല അടക്കി നിന്നു. എല്ലാം കേട്ട് അബിയുടെ രക്തം തെളിച്ചു. എടാ ചെട്ടി, നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അബി അവനെ പിടിച്ച് മാറി തല്ലി. എടാ ചെട്ടെ, പ്രിയ എന്നും പരിശുദ്ധ തന്നെയാണ്. നിന്നെപ്പോലെയുള്ള പരനാറുകളെയൊന്നും അത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക്, അബി ദേഷ്യത്തോടെ പറഞ്ഞു. വരൻ ദേഷ്യത്തോടെ അവൻ്റെ കൈ പിടിച്ച് മാറ്റി തള്ളി. ഇവിടെ തന്നെ അവളുടെ പരിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ നീ ആരാടാ? നിന്റെ പരിസരം കേട്ടാത്തൊന്നും നീ അതൊക്കെ അനുഭവിച്ചറിഞ്ഞതുപോലെ ഉണ്ടല്ലോ. നീയാണോ അന്ന് ഇവളെ അറിഞ്ഞ കാമദേവൻ? അവൻ്റെ ചോദ്യം കേട്ട് അഭിയൊന്ന് നടുങ്ങി. എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അഭി അവന് നേരെ പാഞ്ഞെടുത്തതും ഗോമതിയുടെ തലയിൽ വെളിച്ചം മിന്നി. അതെ, ഇത് തന്നെയാണ് വഴി. അവർ സന്തോഷത്തോടെ ചിരിച്ചു. പിന്നെ ഗൗരവത്തോടെ നേരെ അഭിയുടെ അരികിലേക്ക് ചെന്നു. മനു, വിടവനെ എന്ന് ആക്രോശിച്ചുകൊണ്ട് അവനെ പിടിച്ച് തനിക്ക് അഭിമുഖമായി നിർത്തി കൈവീശി ആഞ്ഞൊന്ന് കൊടുത്തു അവൻ്റെ കവലിൽ തന്നെ. എല്ലാവരും കാര്യം അറിയാതെ പകച്ചു. അമ്മ, അവൻ അമ്പരപ്പോടെ ഗോമതിയെ നോക്കി വിളിച്ചു. മിണ്ടരുത് നീ. ഇപ്പം തൃപ്തിയായോ നിനക്ക്?
ഒരു പെണ്ണിൻ്റെ ജീവിതം തകർത്ത് ആളുകളുടെ മുമ്പിൽ അവളെ ഒരു കോമാളിയാക്കി നിർത്തിയപ്പോൾ തൃപ്തിയായോ നിനക്ക്? അവൾ മകനെ നോക്കി കോപത്തോടെ ചീറിയതും കാര്യം മനസ്സിലാകാതെ വായും പൊളിച്ച് അവൻ അമ്മയെ നോക്കി നിന്നു. കാര്യം അറിയാതെ എല്ലാവരും അന്തം വിട്ട് പരസ്പരം നോക്കി. ഗോമതി, നീ എന്തിനാ അവനെ അടിച്ചത്? അതിന് മാത്രം എന്ത് കേട്ടാ അവൻ ചെയ്തത്? മോഹൻ മുന്നോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. ഗോമതി കരഞ്ഞു. ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് വഴിയില്ല അച്ഛാ. ഇത്രയും കാലം സ്വന്തം മകൻ്റെ ഭാവി ഓർത്തി എല്ലാ സത്യങ്ങളും ഞാൻ മറച്ചു വെച്ചു. ഇനിയും സ്വാർത്ഥത കാണിച്ച് ഈ പാവം പെണ്ണിൻ്റെ ജീവിതം തകർക്കാൻ എനിക്ക് കഴിയില്ല. ഇനിയെങ്കിലും സത്യം എല്ലാവരും അറിയണം. ഗോമതി പറയുന്നതായിട്ട് എല്ലാവരും ആകാംക്ഷയോടെ അവളെ ഉറ്റുനോക്കി. അന്ന് പ്രിയമോളോട് ആ ക്രൂരത കാണിച്ചത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന എൻ്റെ മകനാണ്. മനസ്സുകൊണ്ട് മകനോടും ദൈവത്തോടും മാപ്പ് ചോദിച്ചുകൊണ്ട് ഗോമതി പറഞ്ഞത് അമ്മ പറഞ്ഞ കള്ളം കേട്ട് നടുങ്ങി തരിച്ച് നിൽക്കുകയായിരുന്നു അഭിമന്യു. തുടരും.